LDFിന്റെ സ്ഥാനാർത്ഥിയാണ്. ലാലൂർ ഡിവിഷനിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് ലെസി ജോയ്. ഒരു നോവലിസ്റ്റാണ്, ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, മുൻ ബാങ്ക് മാനേജറാണ്. എന്ന പല നിലക്ക് തൃശ്ശൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ശ്രദ്ധേയായ ഒരു കാൻഡിഡേറ്റാണ്. അപ്പോൾ ഇനി പറഞ്ഞു തുടരാം. ലാലൂർ ഡിവിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പേരറിയാലോ, ലിസി ജോയ്. ലാലൂർ 47-ാം ഡിവിഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു. ഞാൻ കാത്തലിക് സിറിയൻ ബാങ്കിൽ ചീഫ് മാനേജറായിട്ട് വിരമിച്ചു. എഴുത്തുകാരിയാണ്. മുമ്പേ വിളനിലങ്ങൾ, വിലാപ്പുറങ്ങൾ, പിന്നെ ബോറിബന്ദറിലെ പശു എന്നൊരു കഥാസമാഹാരമുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത അർത്ഥകാമം എന്ന നോവലാണ്. ഈ ബോറിബന്ദറിലെ പശു എന്ന കഥാസമാഹാരത്തിലെ ആനന്ദക്കുട്ടനൊരു ഗുണ്ട എന്നൊരു കഥയുണ്ട്. അത് 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലാലൂരിൻ്റെ മാലിന്യമലയെക്കുറിച്ച്, അന്ന് സുകുമാർ അഴീക്കോട് മാഷും അന്തരിച്ചു, അദ്ദേഹം സാറ ജോസഫ്, സാറ ടീച്ചറും എല്ലാം എഴുത്തുകാരികളുടെ അവർക്ക് അവിടെ നിരാഹാരം കിടന്നിരുന്ന ലാലൂരിലെ നിവാസികൾ. ഞാൻ അതിൻ്റെ തൊട്ട് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ലാലൂർ ഡിവിഷനിലുള്ള ഒരു വോട്ടറും കൂടിയാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണോ സജീവമായി പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്? പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് സജീവമായിട്ട് അപ്പോഴാണ്. പക്ഷേ ഈ രാഷ്ട്രീയം എന്നത് എഴുത്തിലൂടെയായിരുന്നു എൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയം ഞാൻ പ്രകടിപ്പിച്ചിരുന്നത്. അതിൽ ഈ ആനന്ദക്കുട്ടനൊരു ഗുണ്ട എന്ന കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവിടുത്തെ ആ മാലിന്യമല പൊട്ടി ഒഴുകിയിട്ട് 500 കുടുംബങ്ങളുടെ അത്രയും ദുരിതം അത് എഴുതിയൊരു കഥയാണ്. അത് 15 വർഷങ്ങൾക്ക് മുമ്പ് കലാകൗമുദിയിൽ വന്നതാണ്. അങ്ങനെ എഴുത്തുകാരി, മുൻ ബാങ്ക് ഉദ്യോഗസ്ഥ, പൊതുപ്രവർത്തനത്തിലേക്ക് നേരിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല എല്ലെങ്കിൽ കൂടിയും പെട്ടെന്നൊരു ദിവസം പാർട്ടിയുടെ വിളി വരുന്നു, സ്ഥാനാർത്ഥിയാകാൻ പറയുന്നു. എന്ത് തോന്നി? പെട്ടെന്നൊരു ദിവസമല്ല, ഇതൊരു 10 വർഷം മുമ്പ് എന്നോട് ആവശ്യപ്പെട്ടതാണ്. ലാലൂർ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കഥയൊക്കെ വന്നതുകൊണ്ടും മാത്രമല്ല, വിലാപ്പുറങ്ങൾ എന്ന നോവൽ ഈ തൃശ്ശൂർ ദേശത്തിൻ്റെ സ്പന്ദനങ്ങളാണ്, ഇവിടുത്തെ ജീവിത കഥയാണ്. ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യരുടെ, അരികുകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതമാണ്. അപ്പോൾ അതാണ് ഞാൻ. പിന്നെ ബാങ്കിങ് സേവനമാണ് അല്ലേ, ബാങ്കിങ് സേവനം അത് ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന വ്യക്തികളാണ്. അപ്പോൾ മനുഷ്യരുടെ, ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ഒപ്പം എന്നും ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഒരു LDF സ്ഥാനാർത്ഥിയായിട്ട്, അല്ലെങ്കിൽ CPIM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. പക്ഷെ സാംസ്കാരിക രംഗത്ത് എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, ഉറച്ച രാഷ്ട്രീയ നിലപാടുകളുണ്ടായിരുന്നു. ശരി, എന്തായാലും എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? ഇതിപ്പോൾ ഇന്നാണോ മഴയൊന്ന് ചെറുതായി ബുദ്ധിമുട്ടിക്കുന്നത്? മഴയൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. അത് നേരിയ ചെറു മഴയല്ലേ, വലിയ സന്തോഷമാണ്. എന്ന് വെച്ചാൽ കടുത്ത വെയിലിനേക്കാളും നല്ലത് അതല്ലേ. ഞങ്ങൾ 2ാം റൗണ്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. ഞാൻ പോകുമ്പോൾ ഒരിക്കലും ഞാൻ വോട്ടല്ല ആദ്യം ചോദിച്ചിരുന്നത്, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ലാലൂർ പോലുള്ള ഇടങ്ങളിലേക്ക് നിങ്ങൾ വരണം. അന്ന് ആ മാലിന്യമല നിന്നിടുന്നിടത്ത് ഇപ്പോൾ IM വിജയൻ സ്റ്റേഡിയമാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വികസന വീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫലമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ലാലൂരിപ്പോൾ, ആദ്യമൊക്കെ ഞാൻ അവിടെ താമസിക്കാനായിട്ട്, ഞാനൊരു 20 വർഷമായിട്ട് അവിടെയുണ്ട്. അപ്പോൾ അവിടേക്ക് താമസിക്കാൻ ചെല്ലുമ്പോൾ പലരും പറഞ്ഞു, ഇങ്ങനെ ഒരു മാലിന്യം നിറഞ്ഞ അല്ലെങ്കിൽ ദുർഗന്ധപൂരിതമായ ഇടമാണ്, മൂക്ക് പൊത്താതെ അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളൊക്കെ കുറച്ചും കൂടി നീങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ആ ലാലൂരിൻ്റെ അടുത്താണ്. എന്നാൽ ജസ്റ്റ് അരനാട്ടുകര ഡിവിഷനിൽ വരുന്നു എന്ന് മാത്രം, അല്ല അരനാട്ടുകര പോസ്റ്റ് വരുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുള്ള ഇടങ്ങളാണ്. എങ്കിലും അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ഈ വോട്ടർമാരിൽ വായനക്കാരുണ്ടാകും, നേരത്തെ അറിയുന്നവരുണ്ടാകും. അപ്പോൾ നല്ല പ്രതികരണം. വീടുകൾ കയറുമ്പോൾ എന്താണ് അവരുടെയൊക്കെ? അത് വലിയൊരു സന്തോഷമാണ്. ചിലർ തന്നെ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ഇപ്പോൾ വിലാപ്പുറങ്ങളുടെ എഴുത്തുകാരിയാണോ, അല്ലെങ്കിൽ ആനന്ദക്കുട്ടൻ കൊണ്ട് എഴുതിയ ആളാണോ, മുമ്പേ പോലെ നോവലിൽ അർത്ഥകാമ, അങ്ങനെയുള്ള വലിയ സന്തോഷമുണ്ട്. പക്ഷെ അതിലുപരി എനിക്ക് അവരുടെ, ഞാൻ പറഞ്ഞില്ലേ, അവരുടെ വിഷമങ്ങൾ, ദുരിതങ്ങൾ എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും അഴിമതി രഹിതമായിട്ടുള്ള, അത് ഞാൻ അടിവരയിട്ട് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ക്ലാരിറ്റിയോടുകൂടി, അല്ലെങ്കിൽ സംശുദ്ധമായിട്ടുള്ള ഒരു ഭരണമായിരിക്കും. മാത്രമല്ല ഈ വികസന പ്രവർത്തനങ്ങൾ അത്രയും സുതാര്യമായിരിക്കും. അത് ഞാൻ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾ, വോട്ടർമാരെല്ലാം സംതൃപ്തരാണോ എന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. അവിടെ ഷാജിൻ സഹാവായിരുന്നു. വളരെയധികം വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിയത്. ഈ 10 വർഷത്തെ LDF ഗവൺമെൻറ് ആണല്ലോ ഇത്രയും വികസനങ്ങൾ അവിടെ നടത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു പൊതു കളിയിടങ്ങൾ, ഇത് ഇപ്പോൾ ഈ IM വിജയൻ സ്റ്റേഡിയം അല്ലേ, ജീവിച്ചിരിക്കുന്ന ഇതിഹാസമാണ് അല്ലേ IM വിജയൻ. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിലൊരു സ്റ്റേഡിയം എന്നത് വലിയ അഭിമാനകരം. പക്ഷേ ഞാൻ പറയും, അത് നമ്മൾ കളിയിടങ്ങളാണ് എന്ന് പറയുമ്പോഴും അത് പൊതുവിടങ്ങളാണ്. അപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വിഷൻ എന്നത്, ഇപ്പോൾ 2031 ഐക്യ കേരളം രൂപപ്പെട്ടിട്ട് 75 വർഷത്താണ്.
അപ്പോൾ ഈ കേരളം എങ്ങനെ ഇരിക്കണമെന്നുള്ള വിഷനുണ്ട്. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ്. പൊതു ഇടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. ജാതി മത വർഗീയതയ്ക്ക് അതീതമായി നിലകൊണ്ട് എല്ലാ മനുഷ്യർക്കും മാനവരാശിക്ക് ഒപ്പം നിൽക്കുന്ന, അപ്പോൾ അങ്ങനെയുള്ള ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയം അതാണ്. അപ്പോൾ അത് ആ വികാരത്തെ ഞാനിപ്പോൾ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നു. നല്ല റെസ്പോൺസാണ് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. കാരണം റിട്ടയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മുഴുവൻ സമയം ഇനി പൊതുരംഗത്തേക്കാണ്. അപ്പോൾ ആ ഒരു സിൻസിയറിറ്റി അല്ലെങ്കിൽ അത് സമർപ്പണം അവർക്ക് മനസ്സിലാവും. കഴിഞ്ഞ കുറി LDF ഉം UDF ഉം ഒപ്പത്തിനൊപ്പം എത്തുന്നു. പിന്നീട് കോൺഗ്രസ് വിമതനായിരുന്ന MK വർഗീസിനെ കൂട്ടി LDF ഭരിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു വിമതനെ കൂട്ടി ഭരിക്കേണ്ടി വന്നതിൻ്റെ പ്രയാസമൊക്കെ LDF ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ വളരെ ക്ലീൻ ആയിട്ടുള്ള മെജോറിറ്റിയോട് കൂടി വളരെ കൂളായിട്ടുള്ള ഭരണം കാഴ്ചവെക്കാൻ കഴിയുന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ആ വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും LDF തന്നെയാണ് തൃശ്ശൂർ ലീഡ് ചെയ്യുക, ഭരിക്കുക, ഒരു സംശയമില്ല. ഈ കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ എല്ലാ വിജയാശംസകളും നേരുന്നു. നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ കാത്തിരിക്കാം അല്ലേ. കോർപ്പറേഷൻ ആര് പിടിക്കുന്നുള്ളത്. വളരെയധികം നന്ദി ഈ മഴയെ അവഗണിച്ച് ഞങ്ങളെ വിളിച്ചു.